ഹലോ മക്കളെ, ഇന്ന് നടന്നിട്ടുള്ള +1 കമ്പ്യൂട്ടർ സയൻസിന്റെ ഫൈനൽ എക്സാമിന്റെ ആൻസർ കീ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇപ്പൊ തന്നെ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഇന്നത്തെ എക്സാം എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. പൊതുവെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മളെ മോഡൽ എക്സാമിനെ അപേക്ഷിച്ച് മോഡൽ എക്സാം ഭയങ്കരമായിട്ട് നമ്മളെ ടെൻഷൻ അടുപ്പിച്ചു. കാരണം ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ മോഡൽ എക്സാമിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ അത്ര പ്രോഗ്രാംസ് ഒന്നും ഇതിൽ എഴുതാനൊന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്രോഗ്രാം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ, നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ആൻസർ കീന്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ എന്തായാലും ആദ്യമായിട്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. കാരണം നിങ്ങളിപ്പോൾ +1 കമ്പ്യൂട്ടർ സയൻസ് ആണ്, നിങ്ങൾ +2 എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് എക്സാമിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കണ്ടന്റുകൾ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടതായിട്ടുള്ള ഒരുപാട് എക്സാം റിലേറ്റഡ് വീഡിയോസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിൽ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇന്നത്തെ എക്സാമിന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. പൊതുവേ എക്സാം കഴിഞ്ഞാൽ ആൻസർ കീ നോക്കരുത് എന്നാണ് പറയാ. പക്ഷെ എന്നാലും നമ്മുടെ സമാധാനത്തിന് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് നമ്മൾ എഴുതിയതൊക്കെ ശരിയാണോ അല്ലയോ എന്നൊക്കെ എന്ത് ചെയ്ത് നോക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നെയിം ദ ലോജിക് which provides the output 1 only if all inputs are 1. എല്ലാ ഇൻപുട്ടും 1 ആയാൽ മാത്രം ഔട്ട്പുട്ട് 1 ആവണമെന്നുണ്ടെങ്കിൽ ആ ഗേറ്റ് എന്താണ്, അത് ഏത് ഗേറ്റ് ആണ്, അത് ഏത് ലോജിക് ആണ്? ആൻഡ് എന്ന് പറയുന്ന ലോജിക് ഗേറ്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ പ്രോഗ്രാം റിട്ടേൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് പറയാ സോഴ്സ് കോഡ് എന്നാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, അതേപോലെ തന്നെ വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഈസ് m=0. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ ആക്ച്വലി 3-4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റുകളാണ് പഠിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിലാണ് ഉൾപ്പെടുത്താൻ പറ്റുക. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കുന്ന ഏതൊക്കെയാണ്? ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് ഈ അസൈൻമെന്റ് വന്നു കഴിഞ്ഞാൽ ഈക്വൽ ടു ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്ന, ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം അല്ല, ഇത് ചിലപ്പോൾ പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, മേ ബി ആരോടെങ്കിലും ഒക്കെ ചോദിച്ച ആൻസർ ചെയ്തിട്ടുണ്ടാവും, ബിക്കോസ് ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എനിവേ ഈ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ വരിക എന്ന് വെച്ചാൽ സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് ++a+b++ന്റെ വാല്യൂ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ++a എന്ന് പറഞ്ഞാൽ പ്രീ ഇൻക്രിമെന്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ എ കൂട്ടിയിട്ട് മാത്രമേ ഈ എക്സ്പ്രഷനിൽ ഉപയോഗിക്കാൻ പറ്റൂ. എ ആദ്യം തന്നെ ഇൻക്രിമെന്റ് ചെയ്യണം, എന്നിട്ടേ ഈ എക്സ്പ്രഷനിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ ഇൻക്രിമെന്റ് ചെയ്തിട്ടുള്ള എന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. 3 ആണ് ആദ്യം തന്നെ എടുക്കേണ്ടത്, 3. ഓക്കെ, പ്ലസ് എന്ന് പറഞ്ഞിട്ട് b++. ഇത് b++ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഫിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ബിന്റെ വാല്യൂ എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഉള്ള ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്, അതെടുത്തിട്ട് യൂസ് ചെയ്യും. 3യും കൂട്ടി 6 കിട്ടും. 6 കൂട്ടിയിട്ട് സിയിലേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷമായിരിക്കും ബിന്റെ വാല്യൂ എത്രയാക്കുക, ബിന്റെ വാല്യൂ കൂട്ടിയിട്ട് 4 ആക്കുക. അപ്പൊ നമ്മളോട് ചോദിച്ചത് സിന്റെ വാല്യൂ എന്താണെന്നാണ്. സിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ 6 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് ആണ്. സിന്റെ വാല്യൂ 6 ആണ്, അതിലൊരു ഡൗട്ടും ഇല്ല. കാരണം ആദ്യം തന്നെ എ കൂട്ടും, എന്നിട്ട് എന്ത് ചെയ്യും, എ ആദ്യം തന്നെ കൂട്ടിയിട്ട് ആയിരിക്കും ഈ എക്സ്പ്രഷൻ എടുക്കുക. അപ്പൊ ആ 3യും ബിന്റെ കറന്റ് വാല്യൂ 3യും രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സ്മോളസ്റ്റ് ഇൻഡെക്സ് ഓഫ് അറേന്റെ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന 0-ലാണെന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. NIC-യിൽ അസൈൻ ചെയ്തിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള അഡ്രസ്സിന് നമ്മൾ എന്താ വിളിക്കുക, മാക് അഡ്രസ് എന്നാണ് വിളിക്കുക കേട്ടോ. മാക് അഡ്രസ് എന്നാണ് വിളിക്കുക. ഇതായിരുന്നു നമ്മളെ 1 വേർഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനിയിപ്പോ ബാക്കിയുള്ളതൊക്കെ ഒരുപാട് ഡയറക്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ENIAC-ന്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ആണ്. VLSI എന്ന് പറഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ജോൺ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു അല്ലെ ബ്ലോക്ക് ഡയഗ്രാം. ഇതിൽ എന്തൊക്കെ വേണം? CPU ഉണ്ടാവും അല്ലെ. CPU-ന് 3 പാർട്സ്: അരിത്തമാറ്റിക്, ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. പിന്നെ നമുക്കൊരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും പിന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാവും അല്ലെ. ഈ കാര്യങ്ങൾ അടങ്ങുന്ന ആ ഡയഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഡയഗ്രാം അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് വരക്കുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്പർ കൺവേർഷനിൽ നിന്നായിരുന്നു. നമ്പർ കൺവേർഷന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സിന്റെ വൈന്റെ വാല്യൂ കാണാനാണ് പറയുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുമ്പോൾ ഈ നമ്പറിനെ എന്തിലേക്ക് മാറ്റണം? ഒക്ടലിലേക്ക് മാറ്റണം.
ഒക്ടലിലേക്ക് മാറ്റണമെങ്കിൽ ഇത് 3 ഒരു ഗ്രൂപ്പ് ആയിരിക്കും, ഇത് 3 ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ 101 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 5ന്റെ അല്ലെ 5ന്റെ ഇക്വാലന്റ് ആണ്. 011 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ 53 എന്ന് വരും. 53 ടു ദ ബേസ് 8 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടുക 53 ആണ്. എക്സ് 53 ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. അതുപോലെ തന്നെ വൈ കിട്ടണമെങ്കിൽ 16ലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമലിലേക്ക് മാറ്റണം. അപ്പോൾ 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ 1011 ഒരു ഗ്രൂപ്പ് ആക്കും, ഈ 10 മാത്രം ഒരു ഗ്രൂപ്പ് ആയി പോകും. അപ്പൊ ഇവിടെ 2 zeros എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ 0010 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ വരിക? 2 ആണ്. 1011 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് 1010 എന്ന് പറഞ്ഞാൽ എ ആണ്, 1011 എന്ന് പറഞ്ഞാൽ ബി ആണ്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഈ 1011 എന്ന് പറയുന്നത് ബി ആണ്. പിന്നെ ആൻസർ വരുന്നത് 2b എന്നാണ്. അപ്പൊ നമുക്ക് y കിട്ടുക 2b ആണ്. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയത് ആൻസർ എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്തത്? കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? മേജർ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ആക്ച്വലി 4 ഫങ്ഷൻസ് പഠിക്കുന്നുണ്ട്. ഒന്ന് പ്രോസസ് മാനേജ്മെന്റ്, രണ്ടാമത്തത് ഫയൽ മാനേജ്മെന്റ്, മൂന്നാമത്തത് ഡിവൈസ് മാനേജ്മെന്റ്, ആൻഡ് നാലാമത്തതായിട്ട് എന്ത് വരും? ഡിവൈസ് മാനേജ്മെന്റ് കഴിഞ്ഞാൽ ഫയൽ പ്രോസസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, പിന്നെ മെമ്മറി മാനേജ്മെന്റ് അല്ല. ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ 4 ഫംഗ്ഷൻസ്. ഇതൊക്കെ ഡയറക്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ലോജിക്കൽ എററും സിന്റാക്സ് എററും തമ്മിൽ വ്യത്യാസം ചോദിച്ചാൽ 2 പോയിന്റ്സ് എഴുതിയാൽ മതി. ലോജിക്കൽ എററും കാരണം ഇത് 2 മാർക്കാണ്. അപ്പൊ 2ന്റെ ഡിഫറൻസ് ചോദിച്ചാൽ 2 പോയിന്റ്സ് എഴുതിയാൽ മതി. ലോജിക്കലിന്റെ 2 പോയിന്റ്സ്, സിന്റാക്സിന്റെ 2 പോയിന്റ്സ്. രണ്ട് എറേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. ലോജിക്കൽ എററിന്റെ 2 പോയിന്റ്സ് എന്തൊക്കെയാണ്? ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ എന്താ പറയാ, ലോജിക്കിലുള്ള ഇംപ്രോപ്പർ പ്ലാനിങ് കൊണ്ട് ഉണ്ടാവുന്ന എററാന്നല്ലേ നമ്മൾ പഠിച്ചല്ലേ. ലോജിക്കിന്റെ ഇംപ്രോപ്പർ ജസ്റ്റ് ആ ഡെഫിനിഷൻ ചെയ്ത ഒരു പോയിന്റ് ആയിട്ട് ഇംപ്രോപ്പർ പ്ലാനിങ് കൊണ്ട് ഉണ്ടാവുന്ന എററാണ്, ജസ്റ്റ് ഡെഫിനിഷൻ ചെയ്ത. അതുപോലെ തന്നെ സിന്റാക്സ് എററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ റൂൾസ് വയലേറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന എററാണ്, ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ ചെയ്ത. പിന്നെ നമുക്ക് വേറെ വ്യത്യാസമായിട്ട് എന്ത് ചെയ്താൻ പറ്റും? ലോജിക്കൽ എറർ ഒരിക്കലും ആർക്ക് കാണിച്ചു തരാൻ പറ്റില്ല? കമ്പൈലറിന് കാണിച്ചു തരാൻ പറ്റില്ല. ലോജിക്കൽ എറർ കനോട്ട് ബി ഐഡന്റിഫൈഡ് ബൈ ദ കമ്പൈലർ. നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. എന്നാൽ സിന്റാക്സ് എറർ ആർക്ക് കാണിച്ചു തരാൻ പറ്റും? കമ്പൈലറിന് കാണിച്ചു തരാൻ പറ്റും. ഈ 2 വ്യത്യാസം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഇതല്ലാത്ത എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ വേറൊരു ചോദ്യം, അൽഗോരിതം എഴുതാൻ. അൽഗോരിതം എഴുതാന്ന് പറഞ്ഞാൽ അപ് ടു പ്രിന്റ് നമ്പേഴ്സ് അപ് ടു 100 ഇൻ റിവേഴ്സ് ഓർഡർ. 100 വരെയുള്ള നമ്പേഴ്സ് റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യാനുള്ള അൽഗോരിതം ആണ് ചോദിച്ചത്. 100 വരെയുള്ള നമ്പേഴ്സ് ആണ് ഇങ്ങനല്ലേ, 1 2 3 ഇങ്ങനെ 100 വരെയുള്ള നമ്പേഴ്സ്. പക്ഷെ ആദ്യം തന്നെ ഒന്നല്ല പ്രിന്റ് ചെയ്യണ്ടേ, റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. അപ്പൊ ആദ്യം 100 പ്രിന്റ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ എഴുതുക അൽഗോരിതം? അൽഗോരിതം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നുള്ളൂ. സ്റ്റെപ്പ് സ്റ്റാർട്ടാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു n എന്നെങ്ങാനും പറയുന്ന വാല്യൂബിൾ എടുക്കുക, n 100 ആക്കുക. ഓക്കെ, എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ആ n അങ്ങ് പ്രിന്റ് ചെയ്ത് നമ്മൾ പഠിച്ച സെയിം അൽഗോരിതം ആണ്, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. n പ്രിന്റ് ചെയ്യുക. n പ്രിന്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ n-ന്റെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുക, n ഈസ് ഈക്വൽ ടു n-1 ആക്കി കൊടുക്കുക. എന്നിട്ട് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കുക, ഇഫ് n ഗ്രേറ്റർ ദാനോ അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആണെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ ടു ഏത് സ്റ്റെപ്പിലേക്ക് പോയാൽ മതി? സ്റ്റെപ്പ് 3ലേക്ക് പോയാൽ മതി. ഈ കണ്ടീഷൻ ശരിയാണ്, സ്റ്റെപ്പ് 3ലേക്ക് പോകും. n പ്രിന്റ് ചെയ്യുക, n കുറച്ച് നോക്കുക, n പ്രിന്റ് ചെയ്യുക, n കുറയ്ക്കുക. അപ്പൊ ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ, ഈ കണ്ടീഷൻ ശരിയാവുന്നിടത്തോളം. ഓക്കെ, 0 വരെ ഇത് വർക്ക് ചെയ്യും. 0 കഴിഞ്ഞ് വീണ്ടും കുറയാന്ന് പറയുമ്പോൾ -1 ആകുമ്പോൾ തെറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പുകൾ വരുന്നത്. 6ാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ഇതിന്റെ അൽഗോരിതം കേട്ടോ. നിങ്ങൾ അൽഗോരിതം എഴുതുമ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 തന്നെ എഴുതുന്നതാണ് നല്ലത്. അങ്ങനെയാണ് സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ടൈപ്പ് മോഡിഫയേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഏതൊക്കെയാ? 4 എണ്ണമാണ്. ലോങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് വരുന്നുണ്ട്, സൈൻഡ് വരുന്നുണ്ട്, അൺസൈൻഡ് വരുന്നുണ്ട്. ഇങ്ങനെ 4 ടൈപ്പ് മോഡിഫയേഴ്സ് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ 4 ടൈപ്പ് മോഡിഫയേഴ്സിന്റെ പേര് മാത്രം എഴുതി വെച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഫോർ ഓപ്പറേഷൻസ്. അറിയാൻ മേലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാ? ഒന്ന് നമുക്ക് വേണമെങ്കിൽ സോർട്ടിങ് പറയാം അല്ലെ, പിന്നെന്ത് പറയാ, സോർട്ടിങ് ഓപ്പറേഷൻ പറയാം, പിന്നെ സെർച്ചിങ് പറയാം. അറിയാൻ മേലെ ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? സെർച്ചിങ് ഒരു ഓപ്പറേഷൻ ആണ്. ട്രാവേഴ്സൽ, അറിയേണ്ട എല്ലാ എലമെന്റ്സും വിസിറ്റ് ചെയ്യുന്നതിനല്ലേ ട്രാവേഴ്സൽ എന്ന് പറയാം. പിന്നെ വേറെന്ത് പറയാ, മെർജിങ് പഠിച്ചിട്ടുണ്ട്, മെർജിങ് പറയാം. പിന്നെ അറേന്റെ ക്രിയേഷൻ തന്നെ ഒരു സ്റ്റെപ്പാണ്, ഓപ്പറേഷൻ ആണ്. അങ്ങനെ ഡിഫറെന്റ് ഓപ്പറേഷൻസ്. അതിൽ ഏതെങ്കിലും 4 എണ്ണമാണ് എഴുതാൻ പറ്റുള്ളത്. STR CMP യും STR CMP I യും തമ്മിൽ വ്യത്യാസം അല്ലെ.
STR-CMP നോർമൽ കമ്പാരിസൺ ആണ് ചെയ്യുക. STR-CMP എന്ന് പറയുന്നത് ഈ കേസ് ഇഗ്നോർ ചെയ്തിട്ടാണ് കമ്പയർ ചെയ്യുക. ഓക്കെ, ഇഗ്നോർ കേസ്, അതൊരു വ്യത്യാസം തന്നെ ഉള്ളൂ. എനിക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. കേസ് ഇഗ്നോർ ചെയ്തിട്ടാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യമായിരുന്നു. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസിന്റെ ഡിഫറൻസ്. ഇത് ആക്ച്വലി എത്ര മാർക്കിന്റെ ചോദ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കിന്റെ ചോദ്യമാണ് അല്ലെ. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റ്ലീസ്റ്റ് ഒരു 2 പോയിന്റ് എങ്കിലും എഴുതിയാൽ മതി. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസിന്റെ ഡിഫറൻസ് അറ്റ്ലീസ്റ്റ് ഒരു 2 പോയിന്റ് എങ്കിലും എഴുതാം. പിന്നെ ഫോർമാറ്റ് ഓഫ് URL എങ്ങനെയാണ്, URL ഫോർമാറ്റിൽ എന്തൊക്കെയാ 3 പാർട്സ് ഉണ്ട് എന്ന് എഴുതിയാൽ മതി. 3 പാർട്സ് അല്ലെ. ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടോകോളിന്റെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം ആയിരിക്കും ഉണ്ടാവുക, ഡൊമൈൻ നെയിം. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഫയൽ നെയിം. ഇങ്ങനെയാണ് 3 പാർട്സ് വരുന്നത്. ഇതാണ് URLന്റെ ഫോർമാറ്റ്. ഇനി അതിനൊരു എക്സാമ്പിൾ എന്നിട്ട് ഏതെങ്കിലും ഒരു URL എഴുതി കൊടുത്താൽ മതി. http:// പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൊമൈൻ നെയിം ആയിട്ട് www.dhsc കേരള അല്ല, നമ്മള് DHSC കേരള എന്ന് പറയുന്ന ആ ഒരു ഡൊമൈൻ നെയിം എഴുതി കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഒരു ഫയൽ നെയിം /index.html അങ്ങനെ നമ്മൾ എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു എക്സാമ്പിൾ എഴുതി കൊടുത്താൽ സംഭവം സെറ്റാണ്. അതായത് അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണെന്ന് ചെയ്താൽ പ്രോട്ടോകോൾ, ഡൊമൈൻ നെയിം, ഫയൽ നെയിം, എന്നിട്ട് അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഓക്കെ, dhsckerala.org. ഓക്കെ, ഈ ഒരു ഡൊമൈൻ നെയിം, അതിന് ജസ്റ്റ് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഫയൽ നെയിം, ഇങ്ങനെ ഒരു എക്സാമ്പിളും കൂടെ എഴുതിയാൽ സംഭവം സെറ്റാണ്. സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജസ് നമുക്കറിയാം. ബ്രിങ് പീപ്പിൾ ടുഗെദർ, ഓർഗനൈസ് ഈവെന്റ്സ് അല്ലെ. അങ്ങനെ 2-3 അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ അഡ്വാൻറ്റേജസ് ആണ് എഴുതേണ്ടത്. ഡയറക്റ്റ് ചോദ്യമായിരുന്നു. എക്സ്പ്ലെയിൻ, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്നാ പറയുന്നത്. 3 മാർക്കിന്റെ ചോദ്യത്തിൽ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ 3 മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റിങ് ക്യാരക്ടേഴ്സ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ള 4 മെത്തേഡുകൾ ഉണ്ട്. ആസ്കി ഉണ്ട്, ഏതെങ്കിലും 3 ചോദിക്കുന്നുള്ളൂ. ആസ്കി എഴുതാം, എപ്സിഡിക് എഴുതാം, അതുപോലെ തന്നെ ISCII എഴുതാം. ഇത് ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം 3 മാർക്കിന്റെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, അതിന്റെ ഫുൾ ഫോം ചെയ്താൽ. ആസ്കിന്റെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. എപ്സിഡിക്കിന്റെ ഫുൾ ഫോം ചെയ്താൽ എക്സ്റ്റൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. ഇസ്കി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ഫുൾ ഫോം കൂടാതെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തള്ളിവിടാൻ പറ്റും. എന്തെങ്കിലും പോയിന്റ്സ് ചെയ്താൽ ആസ്കി 8 ബിറ്റ് ആണ്, എപ്സിഡിക് 8 ബിറ്റ് ആണ്. ഇസ്കി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ലാംഗ്വേജസ് റെപ്രസെന്റ് ചെയ്യാനാണ്, ഇത് 8 ബിറ്റ് ആണ്. ആ രീതിയിൽ ചെറിയൊരു എക്സ്പ്ലനേഷൻ മതി, ഭയങ്കര ഓവർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റിലുള്ള ഡയറക്റ്റ് ചോദ്യമായിരുന്നു. ഇത് പ്രൂവ് ചെയ്യാൻ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ചില ആൾക്കാർ പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. മേ ബി ട്രൂത്ത് ടേബിൾ വെച്ച് പ്രൂവ് ചെയ്താൽ ഒരു പകുതി മാർക്കൊക്കെ കിട്ടുമായിരിക്കും. ഒന്നുകിൽ 1.5 മാർക്ക്, അല്ലെങ്കിൽ മാക്സിമം പോയ 2 മാർക്ക് കിട്ടുമായിരിക്കും. അത് സ്റ്റിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. മേ ബി ചിലപ്പോൾ ഫുൾ മാർക്ക് തന്നെ ഒരുപക്ഷെ കൊടുക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾ സേഫ് അല്ല. നിങ്ങളിപ്പം എന്താ പറയാ, ട്രൂത്ത് ടേബിൾ അല്ലാതെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മേ ബി ഒരു 2 മാർക്കൊക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇപ്പൊ പറയുന്നില്ല. കാരണം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, ടെക്സ്റ്റ് ബുക്കിൽ വരെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റെപ്പുകൾ ഇത്ര വൈഡ് ആണെന്നില്ല. അതിന്റെ ഉള്ളിലെല്ലാം കുറെ സ്റ്റെപ്പുകളൊക്കെ കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ. ആൾജിബ്രൈക്ക് മെത്തേഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് ട്രൂത്ത് ടേബിൾ വെച്ച് ചെയ്താൽ ചിലപ്പോൾ ഒരു 1.5 മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. മേ ബി മാക്സിമം പോയ 2 മാർക്ക് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ എന്നാണ് ആഗ്രഹം. ഓക്കെ, അങ്ങനെയാണ് കാറ്റഗറൈസ് സോഫ്റ്റ്വെയർ ഇൻടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതൊക്കെ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ പറയുന്നതാണ്. ഇതിൽ ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ലിനക്സും വിൻഡോസും അല്ലെ. ഇത് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ നമുക്ക് പറയാം. ലിനക്സും വിൻഡോസും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പറയാം. ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് പറയുമ്പോൾ അത് അപ്ലിക്കേഷൻ പാക്കേജ് ആണ്. അപ്ലിക്കേഷൻ പാക്കേജ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഞാൻ ഷോർട്ടായിട്ട് AP എന്ന് എഴുതിയാണ്. വിൻസിപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്? അത് യൂട്ടിലിറ്റി ആണ് അല്ലെ. വിൻസിപ്പ് എന്ന് പറയുമ്പോൾ കംപ്രഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നല്ലേ. അപ്പൊ അത് യൂട്ടിലിറ്റി പ്രോഗ്രാം. ഞാൻ ഷോർട്ടായിട്ട് UP എന്ന് എഴുതുന്നുണ്ട്. കാസ്പർസ്കി എന്ന് പറയുമ്പോൾ ആന്റിവൈറസ് സോഫ്റ്റ്വെയറും യൂട്ടിലിറ്റി പ്രോഗ്രാമിൽ വരുന്നത് നമുക്കറിയാം. ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഓപ്പൺ ഓഫീസ് കാൽക്ക് പോലെ തന്നെ എന്താണ്, അത് അപ്ലിക്കേഷൻ പാക്കേജ് ആണ്. ഞാൻ ഷോർട്ടായിട്ട് എഴുതിയാണ്. നിങ്ങൾ എങ്ങനെ ഷോർട്ടായിട്ട് ആയിട്ടില്ല, ഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും അറിയാം. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ചോദ്യം. ഫ്ലോ ചാർട്ട് വരക്കാൻ വേണ്ടിയിട്ട് ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഫ്ലോ ചാർട്ട് വരക്കാൻ എങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ ചാർട്ട് വരക്കുക? സിമ്പിൾ ആണ്. ഫ്ലോ ചാർട്ട് ഇതിന്റെ വരക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് നമ്മൾ വരക്കുക. സ്റ്റാർട്ട് പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടാവും, നല്ല മൊഞ്ചിൽ വരച്ചിട്ടുണ്ടാവും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് n=1 ആവലാണ്. അപ്പൊ ഞാനിത് അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് ഞാനിപ്പോ ഇതിൽ വരക്കുന്ന ആയതുകൊണ്ട് വിഷയങ്ങൾ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. n=1 ആക്കി. പിന്നെ പ്രിന്റ് n അല്ലെ, ഒന്നുമില്ല, പ്രിന്റ് n പ്രിന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ടിന് പാരലലോഗ്രാം ആണ്
വേണ്ടത് നമുക്കറിയാം. ഇപ്പോൾ പ്രിന്റ് n എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും, ഔട്ട്പുട്ട് പാരലോഗ്രാമിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ താഴോട്ട് വന്നിട്ട് പിന്നെന്താ ഈ n = n+1. n = n+1 എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു പ്രോസസ് അല്ലേ, ഈക്വൽ ടു നടക്കുമ്പോൾ അവിടെ എപ്പോഴും നമ്മളെ അസൈൻമെന്റ് ആയിട്ടുള്ള ഈ ബോക്സിൽ കൊടുക്കണം അല്ലെ. n = n+1, n = n+1. n = n+1 ആക്കിയാൽ പിന്നെന്താ പരിപാടി? n = n+1 ആക്കിയാൽ പിന്നെ ഒരു കണ്ടീഷനാണ്, ഇഫ് n < 10 ആണോ അല്ലെ. ആ കണ്ടീഷൻ ഇങ്ങനെ റോംബസിൽ ഇങ്ങനെ വരക്കാം. ഇഫ് എന്താണ് n < 10 ആണോ, ആണെങ്കിൽ എങ്ങോട്ട് പോകണം? ഗോ ടു സ്റ്റെപ്പ് 3 അല്ലെ. ഇത് ശരിയാണ്, സ്റ്റെപ്പ് 3ലേക്ക് പോകണം. സ്റ്റെപ്പ് 3 എവിടെ? സ്റ്റെപ്പ് 3 ഏതാ? സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ പ്രിന്റ് n അല്ലേ, അതാണ് സ്റ്റെപ്പ് 3, പ്രിന്റ് n. അപ്പൊ ഇത് ശരിയാണെങ്കിൽ, ട്രൂ ആണെങ്കിൽ അല്ലെ, നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 3ലേക്ക് പോകും. സ്റ്റെപ്പ് 3 ഏതാ? n പ്രിന്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പൊ ഞാൻ നേരെ അങ്ങോട്ടേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്ത്, ശരിയാണ് അങ്ങോട്ടേക്ക് പോകും. അത് തെറ്റാണെങ്കിലോ? തെറ്റാണ് ഒന്നും ഇവിടെ പറയുന്നില്ല. തെറ്റാണ് അപ്പൊ അങ്ങോട്ടേക്ക് വരുമായിരിക്കും, സ്റ്റോപ്പിലേക്ക് വരുമായിരിക്കും. അപ്പൊ ഇത് തെറ്റാണെങ്കിൽ ഫാൾസ് ആണ്, ഞാൻ അവിടെ വരക്കുന്നുണ്ട്. ഫാൾസ് ആണെങ്കിൽ സ്റ്റോപ്പ്, ഇത്രേ ഉള്ളൂ, സ്റ്റോപ്പ് അല്ലെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് എബോ അൽഗോരിതം? ഈ അൽഗോരിതത്തിന്റെ ഔട്ട്പുട്ട് ഇത് പലതവണ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ അല്ലെ, ആദ്യം n ആണ്, n1 പ്രിന്റ് ചെയ്യും, n കൂട്ടും അല്ലെ, ഇങ്ങനെ n1 തുടങ്ങി ഇതേടം വരെ പ്രിന്റ് ചെയ്യും. 1 2 3 4 5 6 7 8 9 10 വരെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെ. 1 2 3 4 അല്ലെ, കോമൺ ഉണ്ടാവില്ല, ജസ്റ്റ് ഞാൻ പറയാണ്. 1 2 3 4 5 6 ഇതേടം വരെ പ്രിന്റ് ചെയ്യും, 10 വരെ പ്രിന്റ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരും. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. ഓക്കെ, യെസ്. അടുത്തത് ഹൈലി എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് അല്ലെ. ഇതൊക്കെയാണ് അണ്ടർസ്കോർ വെച്ച് തുടങ്ങിയാൽ ഒരു പ്രശ്നമില്ല, നമ്പർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇത് പറ്റൂല, അറ്റ് സിമ്പിൾ പറ്റൂല, അപ്പൊ ഇത് ഇൻവാലിഡ് ആണ്. റൈറ്റ് റീസൺ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വെറുതെ ഇൻവാലിഡ് വാലിഡ് എഴുതിയിട്ട് കാര്യമില്ല. ഇത് ഇൻവാലിഡ് ആവാനുള്ള കാരണം എന്ത്? ഇവിടെ നമുക്ക് എഴുതാം, സ്പെഷ്യൽ സിമ്പിൾ ഉപയോഗിച്ചു. സ്പെഷ്യൽ സിമ്പിൾ ഉപയോഗിച്ചത് കൊണ്ട് ഇൻവാലിഡ് ആണ്. ഇതെന്താ? ഇതൊരു കൺഫ്യൂസിങ് സാധനമാണ് കേട്ടോ. നമ്മൾ പഠിച്ച ഫോർ കീവേഡ് എങ്ങനെയാടാ? ഫുൾ സ്മോൾ ലെറ്റർ അല്ലേ. എന്നാ ഇവര് തന്ന എഫ് ക്യാപിറ്റലാണ്. എഫ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് കീവേഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവർ തന്നത് പ്രകാരം ഇത് വാലിഡ് ആണ്. ഇനിയിപ്പോ നിങ്ങൾ ഇൻവാലിഡ് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇതൊരു കൺഫ്യൂസിങ് സാധനം ആയതുകൊണ്ട്. കാരണം നമുക്ക് വേണമെങ്കിൽ ഇത് വാലിഡ് ആണെന്ന് പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഫോർ കീവേഡ് ഫുള്ള് സ്മോൾ ലെറ്ററിലാണ്. എന്നാൽ ഇവർ തന്ന ക്വസ്റ്റ്യനിൽ ഇത് എഫ് ക്യാപിറ്റലാണ്. എഫ് ക്യാപിറ്റൽ ആകുമ്പോൾ ശരിക്കും അത് കൺഫ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് പറയാം ഇതെന്താണ്? ഓക്കെ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പഠിച്ച കുട്ടികളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, നമ്മൾ പഠിക്കുന്ന കീവേഡ് ഫോർ എന്ന് പറയുന്ന ഫുൾ സ്മോൾ ലെറ്റർ ആണെങ്കിൽ അത് എന്താണ്? അത് ഫുൾ സ്മോൾ ലെറ്റർ ആണെങ്കിൽ കീവേഡ് ആയിരിക്കും. പക്ഷെ ഇത് എഫ് ക്യാപിറ്റൽ ആയതുകൊണ്ട് ഇത് വാലിഡ് ആണ്, പ്രശ്നമൊന്നുമില്ല. വാലിഡ് എഴുതി പോയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്നാൽ നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്മോൾ ലെറ്റർ ആണെങ്കിൽ ഇത് ഇൻവാലിഡ് എഴുതണം, എന്നിട്ട് റീസൺ ഇതൊരു കീവേഡ് എന്നാണ് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ ഇപ്പൊ തൽക്കാലം ഇവർ തന്ന പ്രകാരം ക്വസ്റ്റ്യനിൽ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ അഥവാ നിങ്ങൾ ആരെങ്കിലും ഈ ഫോർ എന്ന് പറയുന്ന കീവേഡ് ആണ് അതുകൊണ്ട് ഇൻവാലിഡ് എഴുതിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം ഈ എഫ് മേ ബി അതൊരു അശ്രദ്ധ പോലെ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് മാർക്ക് തരുന്നതായിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് വാലിഡ് എഴുതിയാലും ഇൻവാലിഡ് എഴുതിയാലൊക്കെ മാർക്ക് ഉണ്ട് എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, ഇനി ബാക്കി വാല്യുവേഷന്റെ സമയത്ത് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി 4AC എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ്. കാരണം നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ഇൻവാലിഡ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ മെയിൻ ഓൾസോ എന്താണ്? മെയിൻ എന്ന് പറയുന്നത് വാലിഡ് ആണോ അതോ ഇൻവാലിഡ് ആണോ? നിങ്ങൾ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? മെയിൻ പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ എന്ന് പറയുന്ന പേരിൽ C++ൽ കീവേഡ് ഉണ്ട്. കാരണം നമ്മൾ അധികവും ഈ ഫംഗ്ഷൻ ഒക്കെ എഴുതുമ്പോൾ ഇന്റ് മെയിൻ എന്നൊക്കെ അല്ലേ എഴുതുന്നത്. അപ്പൊ മെയിൻ എന്ന് പറയുന്ന പേരിൽ C++ൽ കീവേഡ് ഉണ്ട് എന്നായിരിക്കും. എന്നാൽ അങ്ങനെ ഇല്ല. മെയിൻ എന്ന് പറയുന്ന പേരിൽ C++ൽ കീവേഡ് ഒന്നും ഇല്ല. അപ്പൊ നിലവിൽ ഇത് കീവേഡ് ഒന്നും അല്ലാത്തത് കൊണ്ട് മെയിൻ എന്ന് പറയുന്ന സാധനം എന്താണ്? ഇത് വാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്. ഇതിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഇത് വാലിഡ് ഐഡന്റിഫയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ടൈപ്പ് കാസ്റ്റിംഗും ടൈപ്പ് പ്രൊമോഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് ഡയറക്റ്റ് നമ്മൾ പഠിച്ചതാണ്. അതായത് ആക്ച്വലി ഇവിടെ ഉദ്ദേശിച്ചത് നമ്മൾ 2 ടൈപ്പ് കൺവേർഷൻസ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. 2 ടൈപ്പ് കൺവേർഷൻസ് എന്തൊക്കെയായിരുന്നു? എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും. ഈ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണ്. ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, പ്രോഗ്രാമർ ചെയ്യുന്നതാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അല്ലെ. എന്നാൽ ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ പോലും അറിയാതെ കമ്പൈലർ ചെയ്യുന്ന കൺവേർഷൻ ആണ്. ഓക്കെ, ഇവിടെ എപ്പോഴും ലോവർ ടൈപ്പിനെ എപ്പോഴും എടുത്തിട്ട് ഹയർ ടൈപ്പിലേക്കാണ് മാറ്റുക.
ഇവിടെ എന്ന് പറയുന്നത് അത് പ്രോഗ്രാമർ ഡിസൈഡ് ചെയ്യും. ഓക്കെ, എനി ടൈപ്പിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആ ഡിഫറൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വൈ ലൂപ്പും ഡു വൈ ലൂപ്പും ആക്കിയിട്ട് മാറ്റി എഴുതാനായിരുന്നു. ഓക്കെ, വൈ ലൂപ്പ് ഡു വൈ ലൂപ്പ് ആയിട്ട് എങ്ങനെ മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ ഫോർ ലൂപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഫോർ ലൂപ്പിന് പകരം വൈ ലൂപ്പ് എഴുതുമ്പോൾ വൈൽ എന്ന് പറഞ്ഞ കണ്ടീഷൻ മാത്രം കൊടുത്താൽ മതി. ഈ കണ്ടീഷൻ മാത്രം കൊടുത്താൽ മതി. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ ലൂപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സി ഔട്ട് ആയി അല്ലെ, സി ഔട്ട് ആയി അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് അങ്ങ് ഉള്ളിൽ എഴുതി കൊടുക്കുക. ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കുക. ഈ ഉള്ളിലെ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്ത ലൂപ്പ് അവസാനിച്ച് i++ലേക്ക് പോകില്ലേ, ആ i++ ഉള്ളിൽ കൊടുത്താൽ മതി വൈ ലൂപ്പ് ആകുമ്പോൾ. ഇനി ഈ ഇനീഷ്യലൈസേഷൻ കൊടുത്തിട്ടില്ലല്ലോ, ആ ഇനീഷ്യലൈസേഷൻ വൈ ലൂപ്പിന്റെ പുറത്ത് കൊടുത്താൽ മതി. ഇൻഡ് i = 1. ഇങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ ഒക്കെ ചെയ്തിട്ട് എന്തുണ്ടാക്കുക, വൈ ലൂപ്പ് ഉണ്ടാക്കുക. അപ്പൊ ഇത് ഞാൻ ഫുൾ എഴുതിയിട്ടില്ല. ഇവിടെ പറയുന്ന റീറൈറ്റ് ദ ഫോളോയിങ് പ്രോഗ്രാം എന്നാണ്. ഈ പ്രോഗ്രാം വൈ ലൂപ്പ് വെച്ചിട്ടും ഡു വൈ ലൂപ്പ് വെച്ചിട്ടും റീറൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഈ ഒരു ലൂപ്പിന്റെ ഭാഗം മാത്രമേ ഞാൻ മാറ്റി ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ മാറ്റി ചെയ്താൽ ഓക്കെ, ഈ ഫോർ ലൂപ്പിന് പകരം ഈ വൈ ലൂപ്പ് ആക്കിയാൽ. അതേപോലെ തന്നെ ഞാനിപ്പോ ഡു വൈ ലൂപ്പും കൂടെ എഴുതി തരാം. ഡു വൈ ലൂപ്പ് എന്ന് പറയുമ്പോൾ പക്ഷെ ഡു എന്ന് പറഞ്ഞ് നേരെ ബോഡി ആയിരിക്കും അല്ലെ, നേരെ ബോഡി. ബോഡി എന്ന് പറയുമ്പോൾ ബോഡിയിലുള്ളത് സി ഔട്ട് ഐ ആണ്. സി ഔട്ട് ഐ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ i++ വർക്ക് ചെയ്യും. ഓക്കെ, i++ ഇത് രണ്ടും വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും വൈൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കണ്ടീഷൻ നോക്കുക. കണ്ടീഷൻ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്നതായിരിക്കും. കണ്ടീഷൻ കഴിഞ്ഞാൽ ഡു വൈ ലൂപ്പ് കഴിയുമ്പോൾ സെമിക്കോളൻ ഉണ്ട്, അത് ഓർത്ത് വെക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. പക്ഷെ അതിന്റെ മുന്നേ ഈ ഡു എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് മുന്നേ ഇൻഡ് i = 1 എന്ന് പറയുന്ന ഇനീഷ്യലൈസേഷനും കൂടെ കൊടുത്തു വെക്കുക. ഇതായിരിക്കും ഡു വൈ ലൂപ്പിന്റെ ഭാഗം. അപ്പൊ ഈ പ്രോഗ്രാമുകൾ ഒന്നും കൂടെ 2 പ്രാവശ്യം റീറൈറ്റ് ചെയ്യുക. ഹാഷ് ഇൻക്ലൂഡ് ഒക്കെ എഴുതിയിട്ട് ഫുള്ള് പ്രോഗ്രാം ആക്കി എഴുതി കൊടുക്കുക. ഓക്കെ, അതിന്റെ ഇടയിൽ ഈ ലൂപ്പിന്റെ ഭാഗം ആദ്യം വൈ ലൂപ്പ് ആക്കി എഴുതാം, പിന്നെ വേറൊരു പ്രോഗ്രാമിൽ അത് ഡു വൈ ലൂപ്പ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് സെറ്റ് ആയിരിക്കും. ബബിൾ സോർട്ടിന്റെ അൽഗോരിതം നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് സ്ട്രിംഗ് ഫംഗ്ഷൻസിന്റെ യൂസ് അല്ലെ, ഗെറ്റസ് എന്തിനാ ഉപയോഗിക്കുന്നത്, ഒരു സ്ട്രിങ് വൈറ്റ് സ്പേസ് അടക്കം കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ. ഗെറ്റ് ലൈൻ എന്തിനാ ഉപയോഗിക്കുന്നത്, ഗെറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാരക്ടറും റീഡ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു സ്ട്രിങ്ങും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻപുട്ട് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിങ് ഔട്ട്പുട്ട് ആയിട്ട് മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനാണ്. അടുത്തത് സിൻടാക്സും യൂസും ആണ് ചോദിക്കുന്നത്. സിൻടാക്സ് strcpyന്റെ സിൻടാക്സ് എങ്ങനെയായിരുന്നു, strcpy എന്ന് പറഞ്ഞിട്ട് ആദ്യം സ്ട്രിംഗ് 1 കൊടുക്കും, ഒരു സ്ട്രിംഗ് 1 കൊടുക്കും, കൊമ രണ്ടാമത്തെ സ്ട്രിംഗ് 2 കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രിംഗ് വേറെ സ്ട്രിംഗിലേക്ക് കോപ്പി ചെയ്യാനാണ്. അതാണ് അതിന്റെ യൂസ് എന്ന് ചെയ്താൽ ഇറ്റ് ഈസ് യൂസ്ഡ് കോപ്പി വൺ സ്ട്രിംഗ് ടു അനദർ. സിൻടാക്സ് ഇങ്ങനെയാണ് വരിക കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് POW ഉപയോഗിക്കുന്നത് എന്തിനാ, POW പവർ കാൽക്കുലേറ്റ് ആണെന്ന് എഴുതാം. പവർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് വരെ എങ്ങനെയാണ്, POW എന്ന് പറഞ്ഞിട്ട് XY എന്നൊക്കെ കൊടുത്താൽ രണ്ട് നമ്പേഴ്സിന്റെ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യും. പക്ഷെ കറക്റ്റ് സിൻടാക്സ് ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലൊക്കെയാണ്. ബട്ട് എനിവേ നിങ്ങൾ POW XY എന്ന് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് കിട്ടുമായിരിക്കും. POW നമ്മൾ കൊടുക്കുന്ന സാധാരണ ഡബിൾ ടൈപ്പ് ആയിട്ടായിരിക്കും ഇതിനെടുക്കുക. ഡബിൾ എക്സ് ഡബിൾ വൈ കൊടുത്താൽ ഇതിന്റെ റിസൾട്ട് തരിക ഡബിൾ POW ആയിരിക്കും. ഡബിൾ POW ഇതാണ് അതിന്റെ സിൻടാക്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. POW എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ് വൈ രണ്ട് നമ്പർ കൊടുത്താൽ അതിന്റെ പവർ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് സിൻടാക്സ് എന്നുള്ള രീതിയിൽ ഇത് എടുക്കാം. ഇനിയല്ല കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഡബിൾ ടൈപ്പ് കൊടുത്താൽ ഇതിന്റെ റിസൾട്ട് എപ്പോഴും ഡബിൾ ആയിട്ട് എടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഡബിൾ എന്ന് പറയാൻ കാരണം. ഈ സ്ലോവറിന്റെ സിൻടാക്സ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ സ്ലോവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ ഒരു ക്യാർ എന്ന് പറഞ്ഞിട്ട് CH എന്നങ്ങാനും പറയുന്ന ഒരു ക്യാരക്ടർ ആണ് കൊടുക്കുക അല്ലെ. അത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ലോവർ കേസ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യും. ഇതാണ് അതിന്റെ സിൻടാക്സ്. ഇങ്ങനെയാണ് അതിന്റെ സിൻടാക്സ്. ഇൻഡ് ഈസ്ലോവർ ഒരു ക്യാർ CH കൊടുത്താൽ ഇന്റീജർ വാല്യൂ ആയിട്ടുള്ള 1 അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഇതാണ് അതിന്റെ സിൻടാക്സ് വരും. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് അതിന്റെ കറക്റ്റ് സിൻടാക്സ് വരുന്നത്. മേ ബി ഇതിൽ ചെറിയ ഒരു എന്താ പറയുക ഡിസ്കൗണ്ട് ഒക്കെ മേ ബി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഈ അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര കൺവീനിയന്റ് ആണ്. ഫാസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാം. ബിസി ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാം. ഇമെയിലേക്ക് ഫയലുകൾ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതിയാൽ മതി. പിന്നെ ഇത് ഭയങ്കര ഈസി ആയിരുന്നു. കാരണം നമുക്ക് ഇതിൽ ഏതെങ്കിലും 3 ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അപ്പൊ അതിൽ എന്തായാലും നിങ്ങൾ 30ഉം അതുപോലെ തന്നെ 32 എഴുതിയിട്ടുണ്ടാവും. ഇത് പിന്നെ പ്രോഗ്രാം പഠിച്ചവരാണെങ്കിൽ
ഈ പ്രോഗ്രാം എഴുതിയിട്ടുണ്ടാവും പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാം അല്ലെ. ആ പ്രോഗ്രാമിന്റെ ആൻസർ നമ്മൾ ടെക്സ്റ്റിലുള്ള പ്രോഗ്രാം ആണ്, ഡയറക്റ്റ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള പ്രോഗ്രാം. പാലിൻഡ്രോം എന്താന്ന് പോലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയലുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 123 ഈ നമ്പർ ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാൽ 123 എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വായിച്ചാൽ 321 അല്ലെ. എന്നാൽ അങ്ങനെ അല്ലാത്ത നമ്പറാണ് പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും സെയിം നമ്പർ ആയിരിക്കും, 1 to 1. ഇത് ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും അങ്ങനെ ഇങ്ങോട്ട് വായിച്ചാലും 121 തന്നെയല്ലേ. അതുപോലെ തന്നെ 1 2 3 4 3 2 1 ഇതൊക്കെ പാലിൻഡ്രോം ആണ്. ഇവിടെ നിങ്ങൾ അങ്ങോട്ട് വായിച്ചാലും അങ്ങനെ ഇങ്ങോട്ട് വായിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ സെയിം ആയിരിക്കണം. അതാണ് പാലിൻഡ്രോം അല്ലെ. അപ്പൊ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാം നമ്മളെ ടെക്സ്റ്റിലുണ്ട്. ഒന്നുമില്ല, നമ്മളൊരു നമ്പർ റീഡ് ചെയ്യും, അത് നമ്പറിൽ സ്റ്റോർ ചെയ്യും. ആ നമ്പറിന്റെ കോപ്പി എന്ന് പറയുന്ന വാരിയബിൾ എടുത്തു വെക്കും. എന്നിട്ട് ഒരു ലൂപ്പ് ഉപയോഗിച്ചിട്ട് ആ നമ്പർ മൊത്തം അങ്ങ് റിവേഴ്സ് ചെയ്യും, തിരിക്കും. അപ്പൊ റിവേഴ്സ് ചെയ്ത വാല്യൂ REV എന്ന് പറയുന്ന വാരിയബിളിലാണ് ഉണ്ടാവുക. ആ റിവേഴ്സും ആദ്യം ഈ നമ്പറിന്റെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ പറയും നമ്പർ പാലിൻഡ്രോം ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയും നമ്പർ എന്തല്ല, പാലിൻഡ്രോം അല്ല. ആ രീതിയിലുള്ള പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യമില്ല, കാരണം ഇത് കഴിഞ്ഞ കാര്യമാണ്, എക്സാം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്, നിയറിംഗ് ദ എൻഡ് ഓഫ് ദിയർ യൂസ്ഫുൾ ലൈഫ് എന്നുള്ള രീതിയിൽ ഡെഫിനിഷൻ. 4 ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് അല്ലെ, എന്തൊക്കെയായിരുന്നു? ഇൻസിനറേഷൻ, അതുപോലെ തന്നെ റീയൂസ്, പിന്നെ നമ്മൾ പഠിക്കുന്ന റീസൈക്കിള്, ലാൻഡ് ഫില്ലിംഗ്, ഇങ്ങനെ 4 മെത്തേഡ്. അത് ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ പോരാ, ബ്രീഫ്ലി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, ചെറുതായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണെന്ന് ചെയ്താൽ, ടോപ്പോളജി എന്ന് പറഞ്ഞാൽ കുറെ കമ്പ്യൂട്ടേഴ്സിനെ ഫിസിക്കലി എങ്ങനെ കണക്ട് ചെയ്യും, ആ വേനെയാണ് ടോപ്പോളജി എന്ന് പറയാം. ഏതെങ്കിലും 4 ടോപ്പോളജീസ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചിത്രം ഉണ്ടാവുക എന്നുള്ളതാണ്. ചിത്രം ഉണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഫുൾ മാർക്ക് കിട്ടുക. ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 ടോപ്പോളജീസ് എഴുതുമ്പോൾ 4 ടോപ്പോളജീസിന്റെ ചിത്രം വരയ്ക്കുക. ഓരോന്നിന്റെ പറ്റിയിട്ടും ഒരു 2 or 3 പോയിന്റ്സ്, മാക്സിമം 3 മതി. ഒരു 2 പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, ആ രീതിയിലായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എക്സാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഓരോന്ന് എഴുതിയതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സാർ അങ്ങനെ എഴുതിയ മാർക്കുണ്ടോ, ഇങ്ങനെ എഴുതിയ മാർക്കുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ എല്ലാ കമന്റ്സിനും എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നിങ്ങൾ ഇപ്പോൾ +1 കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കുമല്ലോ, അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കണ്ടന്റ് ഇൻ ഫ്യൂച്ചർ ഇതിൽ വരാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ, ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.